കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണവുമായി സർക്കാർ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരരുതെന്നാണ് നിർദ്ദേശം. വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത വിധത്തിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിയന്ത്രിക്കണം. പോലീസിന്റെയും KSEBയുടെയും മുൻകൂർ അനുമതി വാങ്ങണം. പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം. പ്രജിത്ത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൂടുതലായി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദേവിക, ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. പക്ഷേ പലതും പ്രായോഗികമായ നിർദ്ദേശങ്ങളാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളിൽ ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്, ഓരോ തരത്തിലുള്ള കെട്ടുകാഴ്ചകളുണ്ട്. അവയുടെയൊക്കെ പലപ്പോഴും ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റിക്കാരോ ക്ഷേത്ര കമ്മിറ്റിക്കാരോ ഒന്നുമല്ല ഇത്തരം കെട്ടുകാഴ്ചകൾ നടത്തുന്നത്. ചിലത് നേർച്ചയായി നടത്തുന്നവരുണ്ട്, ചില പ്രദേശത്തെ യുവജന സംഘടനകൾ നടത്തുന്നതുണ്ട്. അങ്ങനെ പലതരം ആൾക്കാർ പലതരം രീതിയിൽ പലതരം നേർച്ചകളും കെട്ടുകാഴ്ചകളും ഒക്കെ നടത്തുന്ന രീതി നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഏകീകൃതമായിട്ടുള്ള നിർദ്ദേശം എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കൃത്യതയില്ല. എങ്കിലും ആ നിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 10 നിർദ്ദേശങ്ങളാണ് ഊർജ്ജ വകുപ്പ് സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ കെട്ടുകാഴ്ചകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ കെട്ടുകാഴ്ചകളുടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരമാവധി ആരാധനാലയത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉയരം കൂടിയിട്ടുള്ള കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കുക. അതിനുവേണ്ടി ഈ കെട്ടുകാഴ്ചകളുടെ ഉയരം കുറയ്ക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു നിർദ്ദേശം ഇതിലുണ്ടായിട്ടുണ്ട്. കെട്ടുകാഴ്ചയുടെ ഉയരം നിജപ്പെടുത്തി KSEBയുടെയും പോലീസിൻ്റെയും മുൻകൂർ അനുമതി നേടണമെന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. അത് കേരളത്തിലെ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലെയും മറ്റ് ആരാധനാലയങ്ങളിലെയും ഒക്കെ ആരാധനാലയങ്ങൾ എന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത്തരം സ്ഥലങ്ങളിലെ ഈ വൈദ്യുത ലൈറ്റുകളുടെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ മുൻകൂട്ടി പരിശോധിച്ച് അതിൽ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ആരാധനാലയത്തിലെയും കെട്ടുകാഴ്ചകൾ സംബന്ധിച്ച് അവിടുത്തെ കമ്മിറ്റികൾ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് അത് KSEBയുടെയും പോലീസിൻ്റെയൊക്കെയും ഒക്കെ മുൻകൂറായി അനുമതിക്ക് നൽകണം എന്നുള്ളതാണ് അതിൽ പറയുന്ന മറ്റൊരു നിർദ്ദേശം. 1 മാസം മുൻപ് തന്നെ കെട്ടുകാഴ്ചകളുടെ വിവരങ്ങൾ നൽകി ആരൊക്കെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു, എത്ര കെട്ടുകാഴ്ചകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ ക്രോഡീകരിച്ച് പോലീസിന് നൽകണം എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ KSEBയ്ക്ക് നൽകണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് വിശദാംശങ്ങളിൽ മാറ്റം വരും. അതായത് ഈ കെട്ടുകാഴ്ചകൾ സംബന്ധിച്ച എണ്ണം കൂടാൻ പാടില്ല, ക്രമീകരണങ്ങൾ ഈ പറയുന്ന ഉയരം നിർദ്ദേശം അത് കൃത്യമായി പാലിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പിന്നീട് ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ഉത്തരവിൽ പറയുന്നുണ്ട്. ഓരോ വർഷവും കെട്ടുകാഴ്ചകളുടെ ഉയരം കൂട്ടുന്നത് അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കർശനമായി പറയുന്നു. ആരാധനാലയത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരിക. വാടക കെട്ടുകാഴ്ചകൾ ആരാധനാലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവ പിന്നീട് തിരിച്ചു കൊണ്ടുപോകണം. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആർച്ചുകൾ കെട്ടുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം. വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ടവർ ഇപ്പോൾ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ചിലവും ആ ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നുള്ളതാണ് ഈ പറയുന്ന നിർദ്ദേശം എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഈ പറയുന്ന ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ ഒരു ഓവർവാച്ച് പോലെ ഈ സമിതി വിഷയങ്ങൾ പരിശോധിക്കണം. കെട്ടുത്സവങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ നിജപ്പെടുത്തി അതിൻ്റെ ഉത്സവ സീസണ് 6 മാസം മുൻപൊക്കെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാകുമെന്നുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചകൾ 1 മാസം മുൻപ് തന്നെ ഏതൊക്കെ കെട്ടുകാഴ്ചകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കെടുപ്പുകൾ പ്രായോഗികമാകാത്ത സാഹചര്യമുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ കെട്ടുത്സവങ്ങൾ കെട്ടുകാഴ്ചകളൊക്കെ നേർച്ചകളായി നടത്തുന്ന പലരും വ്യക്തികളാണ്. അവർ ഒരുപക്ഷേ ഉത്സവത്തിന് 3-4 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ അവയുടെ ബുക്കിങ്ങും ഒക്കെ നടത്തുന്നത്. കാരണം നമ്മളുമൊക്കെ ഈ രീതിയിലുള്ള കെട്ടുകാഴ്ചകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും പ്രായോഗികമായി ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം 6 മാസം മുമ്പ് ഈ കെട്ടുകാഴ്ചകളുടെ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടുകാഴ്ചകളുടെയൊക്കെ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെയുള്ള നെടുങ്കുതിരകൾ പോലെയുള്ള കെട്ടുകാളകൾ പോലെയുള്ള കാഴ്ചകളുടെയൊക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ വാടകയ്ക്ക് എടുക്കണമെന്ന് തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രായോഗിക പ്രശ്നങ്ങൾ ഈ നിർദ്ദേശത്തിൽ നിലനിൽക്കുന്നുണ്ട്. എത്തരത്തിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ദേവിക. ശരി പ്രജിത്ത്.